ആരാധ്യനായ മർക്കസ് നോളജ് സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, സ്വാഗതഗീതം ആശംസിച്ച പ്രിയപ്പെട്ട അബ്ദുൾ സമദ് സർ, ബഹുമാന്യായ പ്രിൻസിപ്പൽ അഞ്ജു മാഡം, അതർ ഡിഗ്നൈറ്ററീസ്, എൻ്റെ പ്രിയ സുഹൃത്ത് കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജിയും നിയമവിദ്യാഭ്യാസത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നതിൽ ഒരു അംഗവുമായ, ഒരു കുട്ടിയുടെ പിതാവുമായ എൻ്റെ സുഹൃത്തും അഡീഷണൽ ജില്ലാ ജഡ്ജിയുമായ ശ്രീ നൗഷത്ത് അലി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, ഈ ആരംഭത്തിൽ നിങ്ങളോട് സംവദിക്കാൻ അവസരം നൽകിയ നോളജ് സിറ്റിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആദ്യമേ നന്ദി പറയുകയാണ്. ആറേഴ് കൊല്ലമായി ലോ കോളേജുകളിലേക്ക് വിവിധ ആവശ്യങ്ങളിലേക്കായി പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു എക്സ്പീരിയൻസാണ്, പെൺകുട്ടികളാണ് കൂടുതൽ. സമ്മാനങ്ങൾ വാങ്ങുന്നതും പെൺകുട്ടികളാണ്. ഇവിടെയും അങ്ങനെ തന്നെ. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സമ്മത് സാറും പ്രിൻസിപ്പൽ മാഡവും സംസാരിച്ചതിൻ്റെ ഒരു തുടർച്ച. നിങ്ങൾ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് എന്നാണ്. ജുഡീഷ്യൽ സർവീസിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും അതിനുശേഷവും വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതിനും ഉള്ള അവസരം ലഭിക്കാറുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും മറ്റുമൊക്കെ പല ജുഡീഷ്യൽ അക്കാദമിയിൽ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അടുത്ത് മനസ്സിലാക്കാറുണ്ട്. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ കേവലം 1% മാത്രമാണ് കോളേജ് വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ആ 1% കുട്ടികളിൽ, കുട്ടികളുടെ 1%, 1%ത്തിൻ്റെ 1%, ദാറ്റ് ഈസ് 0.05% ഓഫ് ദ 1%. ആ ചെറിയ ശതമാനത്തിനാണ് പ്രൊഫഷണൽ കോളേജിൻ്റെ പടി കടക്കുന്നതിന് അവസരം ലഭിക്കുന്നത്. നിങ്ങൾ അങ്ങനെ അവസരം ലഭിച്ച കുട്ടികളാണ്. അതിനെ നിങ്ങൾ നന്ദി പറയേണ്ടതുണ്ട്. നിങ്ങളെ ജനിപ്പിച്ച് വളർത്തി ഇവിടെ കൊണ്ടുവന്നിരുത്തിയ നിങ്ങളുടെ മാതാപിതാക്കളോട്, അക്ഷരവഴിയിലൂടെ നിങ്ങളെ നയിച്ച നിങ്ങളുടെ ഗുരുഭൂതരോട്, നിങ്ങളോട് ചേർന്ന് നിന്ന നിങ്ങളുടെ സമൂഹത്തോട് കടമയും കടപ്പാടുമുള്ളവരായിരിക്കാൻ നിങ്ങളെന്നും ശ്രദ്ധിക്കണം.
കുട്ടികളെ വിവിധ കോളേജുകളിലേക്ക് പോകുമ്പോൾ പേരൻസും സ്റ്റുഡൻസും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രഡീഷണൽ ലീഗൽ പ്രാക്ടീസിൽ വിജയിക്കുന്നതിന് കുടുംബത്തിന് ലീഗൽ ബാക്ക്ഗ്രൗണ്ട് വേണോ എന്നുള്ളതാണ്. ഫസ്റ്റ് ജനറേഷൻ ലോയർക്ക് ട്രഡീഷണൽ പ്രാക്ടീസ് വിവിധ കോടതികളിൽ, ട്രയൽ കോടതികളിലും ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലുമെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, വിജയിക്കാൻ സാധിക്കുമോ എന്നൊരു സന്ദേഹം. പഠനം കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും കോർപ്പറേറ്റ് ഫേമുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലി സമ്പാദിച്ച് പോവുകയല്ലേ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് നല്ലത്. നിങ്ങൾ ആരംഭിക്കുന്നതാണ്, നിങ്ങൾ ഈ ജേണി, ഈ യാത്ര, ഇതൊരു വെറും ആരംഭമല്ല. ഒരു ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി എ ഫങ്ഷൻ. As your principal said, it is starting of a journey. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. 15 മിനിറ്റാണ് എനിക്ക് സാർ തന്നിട്ടുള്ളത്. എന്നാലും ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കും. ചോദിക്കുന്നതിൽ വിരോധമുണ്ടോ? നിയമം പഠിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലേ? ചോദിക്കുന്നതിൽ വിരോധമുണ്ടോ? പേരെന്താണ്? യുവർ നെയിം, യുവർ ഗുഡ് നെയിം? ഫാത്തിമ. Why did Fatima choose to study law? Yes. ഫസ്റ്റ് ജനറേഷൻ ലോയർ അല്ല ഫാത്തിമ, അല്ലേ? ഫാത്തിമയുടെ ഫാദർ ലോയറാണ്. ദാറ്റ് മോട്ടിവേറ്റഡ് ഹർ ടു സ്റ്റഡി, ടു പെർസ്യൂ ലീഗൽ സ്റ്റഡീസ്. ഇരിക്കൂ. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? എഡ്വിൻ ബെന്നി. Edwin, I have a question. What motivated you to pursue legal studies? Please be seated. ഞാൻ ടൈം ഔട്ട് ആകുമ്പോൾ എന്നോട് പറയണേ. What do you say? Your name? Yes, you. Sitting behind you. Yes. Fatima. Again Fatima. Yes. Very same question. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലോയർ ആവാൻ ഇഷ്ടമായതുകൊണ്ട്, ലീഗൽ പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലേ? രണ്ടാളുകൂടെ ചോദിക്കാം. ഇരിക്കും ഫാത്തിമ. അഡീസ് തേർഡ് റോയിൽ ഇരിക്കുന്ന ആൾ. യെസ്, അത് പറഞ്ഞോളൂ. യുവർ ഗുഡ് നെയിം? സൽമാൻ. പറയൂ സൽമാൻ. ഭാവിയിലെ ആർക്കും ഉപകാരപ്പെട്ടേക്കാം. അതെ, ഇരിക്കും. കോർപ്പറേറ്റ് ലോയിൽ, കോർപ്പറേറ്റ് ഫേമുകളിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട് ലോ ഒക്കെ പഠിച്ചതിന് ശേഷം? 2 ആൾ, 3 ആൾ അല്ലേ?
എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? യെസ്, യു സേ. സാലറി. സാലറി. യോ ഗുഡ് നെയിം? നിഖില. നിഖില എവിടെ നിന്ന് വരുന്നത്? കാന്തപുരം. ഇരിക്കൂ. യോ ഗുഡ് നെയിം? ഹാദിയ. ഹാദിയ കോർപ്പറേറ്റ് ഫേം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? പാഡൻ മീ? യു ലൈക്ക് ഇറ്റ്. പണമല്ല, വരുമാനമല്ല, അല്ലേ? അല്ല. ഈ കോർപ്പറേറ്റ് ജോലി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? കേട്ടില്ല. നോ റീസൺ. ഇരിക്കൂ. യെസ്, അഗെയിൻ യു. യു വാണ്ട് ടു ബി ടോപ്പ് ലെവൽ. കോർപ്പറേറ്റ് ഫേമിലെ ജോലിയാണ് ടോപ്പ് ലെവൽ, അതുകൊണ്ട് അവിടേക്ക് എത്താമെന്നുള്ളതാണ്, അല്ലേ? ഗുഡ് നെയിം? നിഹാൽ. നിഹാല. യെസ്. But from my experience, 12 years as a lawyer and about 9 years as a judge, I can confidently say legal profession, especially traditional legal profession, is the most lucrative profession in the country. അതെന്തുകൊണ്ടാണെങ്കിൽ ആദ്യകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. നികിത പറഞ്ഞതുപോലെ ചില ഫിനാൻഷ്യൽ ക്രൈസിസിനെയെല്ലാം നമ്മൾ നേരിടേണ്ടി വരും. അതിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ പ്രിൻസിപ്പാൾ പറഞ്ഞതുപോലെ അതിരുകളില്ലാത്ത ആകാശത്തിലേക്ക് പറക്കാം. കുടുംബത്തിനൊരു ലീഗൽ ബാക്ക്ഗ്രൗണ്ടും വേണ്ട ഈ പ്രൊഫഷനിൽ വിജയിക്കാൻ. പിതാവ് അഭിഭാഷകനാവേണ്ട യാതൊരു കാര്യമില്ല. നാനി പാൽക്കിവാലയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നാനി പാൽക്കിവാല ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലീഗൽ മൈൻഡ്, ലീഗൽ ലെജൻസിൽ ഒരാളാണ് നാനി പാൽക്കിവാല. He came from a humble background. His father ran a small shop. None of his family member was a lawyer. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാളാണ് നാനി പാൽക്കിവാല എന്നുള്ളത് പിന്നെ ചരിത്രമാണ്. നിങ്ങൾ വായിക്കണം. ഇനി നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചെല്ലാം പഠിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ സ്റ്റിൻജൻസി ആദ്യത്തെ കുറച്ച് മാസം ഉണ്ടാവും. അതെങ്ങനെ തരണം ചെയ്യാമെന്ന് ജസ്റ്റിസ് MC ചഗ്ല കേട്ടിട്ടുണ്ടോ? ചഗ്ല കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും, കുട്ടികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? MC ചഗ്ലയുടെ ആത്മകഥ, ജസ്റ്റിസ് MC ചഗ്ലയുടെ
അല്പകഥയുണ്ട്, റോസസ് ഇൻ ഡിസംബർ. യു മസ്റ്റ് റീഡ് ദിസ് ബുക്ക്. ഒരു വട്ടമല്ല, പലവട്ടം. ജസ്റ്റിസ് MC ചഗ്ല മുഹമ്മദ് അലി ജിന്നയുടെ ജൂനിയറായിരുന്നു. മുഹമ്മദ് അലി ജിന്ന അറിയാമല്ലോ. ആ സമയത്ത് ലീഡിംഗ് ലോയറായിരുന്നു ഇന്ത്യയിലെ മുഹമ്മദ് അലി ജിന്ന. ബോംബെ ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ആദ്യ കാലത്തെ എൻ്റെ ആ പ്രാക്ടീസിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ദാരിദ്ര്യം പോലും അനുഭവിക്കേണ്ടി വന്നു. ജസ്റ്റിസ് MC ചഗ്ലയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് അലി ജിന്ന അന്നത്തെ ലീഡിംഗ് ലോയറാണ്, ഇമ്മൻസ്ലി റിച്ച് മാൻ. ജസ്റ്റിസ് ചഗ്ല അതിനെ അതിജീവിച്ചു. ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. He became one of the leading lawyer at Mumbai High Court. Elevated as a judge of High Court in his early years. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി വിടരുമ്പോൾ, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായി എലിവേറ്റ് ചെയ്യപ്പെട്ടു. മറ്റാരുമല്ല, ജസ്റ്റിസ് MC ചഗ്ല. പേര് പറഞ്ഞല്ലോ. നികിത പറഞ്ഞതുപോലെ ഒരു ഫേമിലേക്ക് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലേ, കുട്ടിയുടെ പേരെന്ത്? ഹാദിയ നികിത, ഒരാൾ കൂടി ഉണ്ടല്ലോ, നിഹാൽ. ഒരു ഫേമിലേക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യകാലങ്ങളിലെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരുമാനം കിട്ടും. ലീഗൽ ഓഫീസർ എന്നുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. റിട്ടയർ ചെയ്യുന്ന സമയത്തും ലീഗൽ ഓഫീസർ ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ പേരിന് ചില മാറ്റങ്ങളുണ്ടാകും. ലീഗൽ ഓഫീസർ, സീനിയർ, അല്ലെങ്കിൽ ലീഗൽ മാനേജർ. സംടൈംസ് ഇറ്റ് മേ ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലീഗൽ. ചിലപ്പോൾ ശമ്പളത്തിലും ഹൈക്കുണ്ടാവും. നമ്മളെ ജോലിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ, എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ, ഇതെൻ്റെ ഒപ്പീനിയനാണ്. നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ സമന്ത സാർ പറഞ്ഞതുപോലെ, സമൂഹത്തിലെ ഡൗൺ ട്രോഡനായിട്ടുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി ജോലി ചെയ്യാൻ അതിനും കൂടി പറ്റണം. നിങ്ങളുടെ കരിയർ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. കണ്ണില്ലാത്തവന് കണ്ണായും, നാവില്ലാത്തവന് നാവായും, കയ്യും കാലുമില്ലാത്തവൻ്റെ കയ്യും കാലുകളായും കോടതിയിൽ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ 2 പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ട്രഡീഷണൽ ലീഗൽ പ്രൊഫഷനാണ്, കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന, ട്രയൽ കോടതികളിലും ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ നികിത പറഞ്ഞതുപോലെ
ലോ ഓഫീസർ. അതുപോലെ തന്നെ വളരെ മികച്ച ഒരു ഏരിയയാണ് അക്കാഡമിക്സ്. നെക്സ്റ്റ് ജനറേഷനെ ഷേപ്പ് ചെയ്യാൻ നല്ല അധ്യാപകരെ നമുക്ക് വേണം. റെസ്പെക്റ്റ് മാത്രമല്ല, നല്ല വരുമാനവും കിട്ടും നികിത. പക്ഷെ നമുക്ക് ലോ എന്ന സബ്ജക്റ്റിനോടൊരു പ്രണയം വേണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ഗിഫ്റ്റും കൂടി വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒട്ടും ശങ്കിക്കണ്ട, ടീച്ചിങ് പ്രൊഫഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് നല്ല പ്രോസിക്യൂട്ടേഴ്സിനെ വേണം. എന്നോടേക്ക് ഇനി പോകുന്നില്ല, കാരണം എൻ്റെ സമയം ഈസ് റണ്ണിങ് ഔട്ട്. ലാസ്റ്റ്ലി ജുഡീഷ്യറി. ന്യായാധിപനാവുക എന്നുള്ളത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എന്തുകൊണ്ട് ന്യായാധിപനായി എന്ന് പറയാം. നമ്മളുടെ മനസാക്ഷിക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ഫേസ്. നോബഡി വിൽ ഇൻ്റർഫിയർ. രണ്ട്, നിരന്തരം കറപ്ഷനല്ല കറക്ഷന് വിധേയമാകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജുഡീഷ്യറി. ആസ് എ ജഡ്ജ് ഞാനൊരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തു, എൻ്റെ ഓർഡർ തെറ്റിപ്പോയി, അതാര് കറക്റ്റ് ചെയ്യും? അതാരാ കറക്റ്റ് ചെയ്യുക? ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജാണ്, എൻ്റെ ഓർഡർ ആര് കറക്റ്റ് ചെയ്യും? ഇനിയെല്ലാം നിങ്ങൾ പഠിക്കും. ആര് കറക്റ്റ് ചെയ്യും? എൻ്റെ മുകളിലുള്ളൊരു കോടതി കറക്റ്റ് ചെയ്യും. എൻ്റെ മുകളിലുള്ള കോടതി ഹൈക്കോടതിയാണ്. ഞാനൊരു ഓർഡർ എഴുതി, യുവർ ഗുഡ് നെയിം? യെസ്. യു? സ്പെക്സ് ഉള്ള ആള്? പൂജയുടെ ഒരു കേസിൽ ഇരിക്കും പൂജ, ഞാനൊരു ഓർഡർ എഴുതി. അത് തെറ്റായിരുന്നു. അത് ഹൈക്കോടതി തിരുത്തി. ഒരു ജഡ്ജ് എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ബിക്കോസ് മൈ മിസ്റ്റേക്ക് ഈസ് നോട്ട് പെർപിട്രേറ്റഡ്. അതവിടെ തീർന്നു. ഹൈക്കോടതിക്ക് തെറ്റുപറ്റും. അപ്പോൾ ആര് തിരുത്തും? സുപ്രീം കോടതി തിരുത്തും. സുപ്രീം കോടതിക്ക് തെറ്റുപറ്റും. അപ്പോൾ ആര് തിരുത്തും? വാട്ട് ഈസ് എ യെസ് മുഹമ്മദ്. സുപ്രീം കോടതിക്ക് മിസ്റ്റേക്ക് പറ്റിയില്ല എന്ത് ചെയ്യും? സുപ്രീം കോടതിക്ക് ഒരു ഓർഡറിൽ മിസ്റ്റേക്ക് പറ്റി എന്ത് ചെയ്യും? ഇരിക്കൂ. 2 അംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ സാധാരണ കേസുകളെല്ലാം കേൾക്കുന്നത്. ആ ബെഞ്ചിന് തെറ്റുപറ്റിയാൽ, ആ 2 ജഡ്ജിമാർക്ക് തെറ്റുപറ്റിയാൽ 3 അംഗങ്ങളുള്ള ഒരു ബെഞ്ചിലേക്ക് കോടതിയെ പറയുന്നതാണ്, ബെഞ്ചിലേക്ക് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യും. 3 അംഗ ബെഞ്ചിന് തെറ്റുപറ്റിയാലോ 5 അംഗങ്ങളുള്ള ഒരു ബെഞ്ച്, 5 ജഡ്ജിമാരുള്ള ഒരു ബെഞ്ച് ആ കേസ് വീണ്ടും കേൾക്കും. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ തിരുത്തും. 5 അംഗങ്ങളുള്ള ബെഞ്ചിന് തെറ്റുപറ്റിയാലോ 7 അംഗങ്ങളുള്ള ബെഞ്ച് അത് വീണ്ടും കേൾക്കും, തിരുത്തും.
അങ്ങനെ പോയി. 13 ബെഞ്ചിലുള്ള ജഡ്ജ് തിരുത്തലുകൾ വരുത്തി വിധി പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേശവാനന്ദ ഭാരതി കേസ്? ആ കേസ് വാദിച്ചതാര്? വൺ ഓഫ് ദ സെലിബ്രേറ്റഡ് ഡിസിഷൻ. ആ കേസ് വാദിച്ചതാര്? നാനി പാൽക്കിവാല. Came from a humble background without any legal background. He gave the celebrated decision. കേശവാനന്ദ ഭാരതിയിൽ പറഞ്ഞ കേസൊക്കെ നിങ്ങൾ പഠിക്കും, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നിരന്തരം കറക്ഷന് വിധേയമാകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജുഡീഷ്യറി. അറ്റ്മോസ്റ്റ് ഫ്രീഡം, കണ്ടിന്യൂസ് കറക്ഷൻ. പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? അപ്പം എല്ലാവരും ഞാൻ ജുഡീഷ്യറിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇനി ശമ്പളം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്. എൻട്രി ലെവലിലുള്ള ഒരു ജൂനിയർ ഡിവിഷൻ ജഡ്ജിന് IAS IPS ഓഫീസർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമുണ്ട്. ഇന്ന് എല്ലാ ചെലവുകളും, എല്ലാ കട്ടിങ്ങുകളും, എല്ലാ ഡിഡക്ഷൻസ്, ആഫ്റ്റർ ഓൾ ഡിഡക്ഷൻസ്, എ ജൂനിയർ ലെവൽ, എൻട്രി ലെവൽ ഓഫീസർ വിൽ ഗെറ്റ്, ഐ തിങ്ക് ഇറ്റ് ഈസ് 95 to 1 lakh rupees. എല്ലാ കട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ്. പെർക്സ്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, ട്രാവലിംഗ് കൺവെയൻസ്, ഡ്രൈവർ അലവൻസ്, ഹോം ഓർഡർലി അലവൻസ്, അലവൻസസ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് യുവർ ചിൽഡ്രൻ. ഇതെല്ലാം കൂടെയുണ്ട്. അറിവിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഒരു കാലത്ത് ശമ്പളം കുറവായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട്, പല ആളുകളും ജുഡീഷ്യറിയിലേക്ക് വരാനായിട്ട് മടിച്ചു നിന്നപ്പോൾ ബോംബെ ഹൈക്കോടതിയിലെ ഒരു കമ്മിറ്റി വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് പോയി. IIT അങ്ങനെയുള്ള കോളേജുകളല്ല, സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ചെന്നു. അവർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കി. അന്ന് ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടതാണ്, ക്യാമ്പസ് ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്ന എൻജിനീയേഴ്സിന് കിട്ടുന്നതിൻ്റെ ലീവ് IIT IIM എക്സെട്ര അതല്ല, കുട്ടികളുടെ കിട്ടുന്ന സാലറി ശമ്പളത്തിൻ്റെ ഇരട്ടിയിലധികം ഉണ്ട് ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക്. ക്ലോസ്ഡ് ഒരു സർക്കിളിൽ പറഞ്ഞതാണ്. കൂടെ ജോലിയിൽ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ നിരന്തരം കറക്ഷന് വിധേയമാവും. പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നാല് പ്രൊഫഷനെ കുറിച്ചാണ് പറഞ്ഞത്. ട്രഡീഷണൽ ലീഗൽ പ്രാക്ടീസ്, മോസ്റ്റ് ലുക്രേറ്റീവ്. ലോ ഓഫീസേഴ്സ്, പ്രോസിക്യൂട്ടേഴ്സ്, ടീച്ചർ, ജുഡീഷ്യൽ സർവീസ്. ഇത്രയും അവസരങ്ങളുള്ള പ്രൊഫഷൻ വേറെ ഏതാണ്?
അപ്പോൾ നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് വന്നിട്ടുള്ളത്. ഇനി എങ്ങനെ നല്ല വക്കീലാവാം എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പം ഷെയർ ചെയ്യാൻ സമയമില്ല, മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവില്ല. മേഡം പറഞ്ഞതുപോലെ 5 കൊല്ലത്തിന് ശേഷം നിങ്ങൾ നിയമപഠനം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റുമായി പോകുന്ന നിങ്ങളുടെ കോൺവക്കേഷൻ ചടങ്ങിൽ വീണ്ടും അവസരം ലഭിച്ചാൽ, നമ്മൾ ഈ രണ്ടാമത്തെ ചില സിനിമകളൊക്കെ അങ്ങനെയല്ലേ, ഒരു സിനിമ കഴിഞ്ഞിട്ട് ഈ സീരിയലൊക്കെ അങ്ങനെയാണ് അല്ലേ, ഒരു സീരിയൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സീരിയൽ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ ബാക്കി വെച്ചിട്ടാണ് അത് നിർത്തുക. ഇപ്പോൾ എല്ലാ ഫിലിമുകളും അങ്ങനെയല്ലേ, അതിൻ്റെ 2ാം ഭാഗം വരുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരിക്കാറില്ലേ. ഞാൻ വലിയ ആകാംക്ഷയൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കിവിടെ വീണ്ടും വരാനുള്ളൊരു അവസരം ഞാനിവിടെ ബാക്കി വയ്ക്കുകയാണ്. 5 വർഷം 5 ഇയേഴ്സും 3 ഇയേഴ്സും ഉണ്ട് അല്ലേ, 110 കുട്ടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 5 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കോൺവക്കേഷൻ സെറിമണിയിൽ വരാൻ അവസരം ലഭിച്ചാൽ അന്ന് ഞാൻ ഒരു മികച്ച അഭിഭാഷകനാവാൻ വേണ്ട സൂത്രം പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് പറയാത്തത്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. നിങ്ങളെല്ലാവരെയും കാണുവാനും പ്രത്യേകിച്ച് നമ്മളുടെ ചീഫ് ഗസ്റ്റായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അൻസാരി അവറുകളെ പരിചയപ്പെടുന്നതിനും അവസരം ലഭിച്ചതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. വീണ്ടും ഈ തിരുമുറ്റത്ത് വിരുന്നെത്താൻ എനിക്ക് അവസരമുണ്ടാകട്ടെ. നിങ്ങളുടെ ഈ ജേണി ഇന്ന് ആരംഭിക്കുകയാണ്. നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, ലക്ഷ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ തന്നെ തീരുമാനിക്കണം ആരായി തീരണമെന്നുള്ളത്. ഒരാൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് തീരുമാനങ്ങളില്ല എന്ന് പറഞ്ഞത് ആരാണ്? എനിവേ, ദിവസം, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാറ്റമുണ്ടാകണം. എത്തേണ്ട ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നിശ്ചയിക്കണം. അവിടേക്കുള്ളൊരു യാത്രയാണ്. അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ചേർത്ത് നിർത്തണം. പണം മാത്രമല്ല, നിങ്ങൾക്ക് വളർന്നു വരാൻ അവസരം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളോടും ഈ സമൂഹത്തോടുമുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, കടപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം മാത്രമല്ല, ഒരു കോഴ്സ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.